ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ 6:45 ഞാൻ എഴുന്നേറ്റു. നല്ല മടിയുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കാൻ. എന്നാലും കഷ്ടപ്പെട്ട് 7:15 കാപ്പിയൊക്കെ കുടിച്ചു. ദോശയും ചമ്മന്തിക്കറിയും. എന്നിട്ട് കറക്റ്റ് 8 മണിക്ക് തന്നെ ഞാൻ കോളേജിൽ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ എനിക്കിന്ന് വയലിൻ്റെ എക്സാമാണ്. വയലിൻ ജസ്റ്റ് ഇലക്റ്റീവ് കോഴ്സാണ്. വയലിനൊക്കെ തൂക്കിയാണ് പോകുന്നത്. അമ്മ എന്നെ സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി. അങ്ങനെ ഉറിയാക്കോട് സ്റ്റോപ്പ് എത്തി. ഇനി ഇവിടെ നിന്ന് വേണം ഈസ്റ്റ് ഫോർട്ട് ബസ്സിൽ കയറാൻ. ഈ ഒരു മരം കണ്ടു. ഈ മരത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നീലാകാശവും മഞ്ഞപ്പൂക്കളും എന്ന പോലെ. അങ്ങനെ ബസ് വന്നു. ഓഫ് കോഴ്സ് രാവിലെ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടാറേ ഇല്ല. ഞാൻ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. എനിക്ക് വഴുതക്കാട് ഇറങ്ങണം. എൻ്റെ വയലിൻ തൂക്കിയുള്ള നിൽപ്പ് കണ്ടിട്ടാവാം പാവം ഡ്രൈവർ എൻ്റെ വയലിനെ വാങ്ങി ബസ്സിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് സേഫായിട്ട് വെച്ചു. വയലിൻ അങ്ങനെ സൂക്ഷിച്ച് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വഴുതക്കാട് എത്താൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത്തേത്, അങ്ങനെ ഞാൻ ഡെയിലി എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുവാണ്. എനിക്കറിയാം എൻ്റെ ഫോണിന് ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഇടുന്ന വീഡിയോസ് ആ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ എല്ലാവരും പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഒട്ടും കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ വീഡിയോ ഇട്ടത്. അതായത് ഈ 2025 ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസിനൊക്കെ എങ്ങനെ വ്യൂസ് കൂടും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊക്കെയാണ് എൻ്റെ നെഗറ്റീവ് തോട്ട്സ്. എന്നെപ്പോലെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം, പക്ഷേ ഫോണിന് ക്ലാരിറ്റി ഇല്ല, സൗണ്ട് കൊള്ളില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കമൻറ്റ് ചെയ്യാൻ കണക്കിന് മാത്രം എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വഴുതക്കാടെത്തി. വഴുതക്കാട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തി കേട്ടോ. ഇവിടെ വെച്ചാണ് എനിക്ക് എക്സാം നടക്കുന്നത്. ഞാൻ നേരത്തെ എത്തി, എക്സാമാണല്ലോ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഫോൺ ഏത് ആംഗിളിൽ വെച്ചാൽ കൊള്ളാം എന്നൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ വന്നു. ഞങ്ങൾ കുറച്ച് നേരം വയലിൻ അവിടെ ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു. വിചാരിച്ചതുപോലെയല്ല, വയലിൻ നല്ല ഈസി ആയിരുന്നു. അങ്ങനെ എൻ്റെ 3rd സെം എക്സാം എല്ലാം അവസാനിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും, എൻ്റെ ഫ്രണ്ടിന് ഒരു കുട്ടി കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ 3 പേരും കൂടെ പാളെ മാർക്കറ്റിലേക്ക് പോയട്ടോ. അതായത് ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഡാൻസിന് എന്തോ ഓർണമെൻറ്റ്സൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അതൊക്കെ വാങ്ങിച്ചു. പിന്നെ മാർക്കറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരൊക്കെ കുറേ നടന്നു. അതിനുശേഷം സാഫല്യം കോംപ്ലക്സിൽ പോയി. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല. അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞങ്ങൾ കോളേജിൽ, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്താണ് കേട്ടോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നല്ല ചൂടും ഉച്ച സമയമൊക്കെ ആയിപ്പോൾ. അപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കോളേജിലെ ക്യാൻറ്റീനിൽ തന്നെ പോയിട്ട് 3 ഷാർജ ഓർഡർ ചെയ്തു. എന്നിട്ട് അതൊക്കെ അവിടെ ഇരുന്ന് കുടിച്ചു. എന്നിട്ട് പിന്നെ പതുക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെ ഇലക്റ്റീവായിരുന്നു എടുത്തിട്ടുള്ളത്. നമ്മൾ വയലിനായിരുന്നു. എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു. പിന്നീട് അവർ മൂവി എന്തൊക്കെ കാണാനായിട്ട് അവിടെ ഇരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരികയായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം കിടന്നു. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് റഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോയി. അവിടെ ഒരു ചേട്ടൻ്റെ PhD പ്രസൻറ്റേഷൻ എന്തോ ഉണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല. ചേട്ടൻ റഷ്യനിൽ എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് അവിടെ പോയതുകൊണ്ട് ചായയും വടയും കിട്ടി. പിന്നെ അതൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് കുടിച്ചിട്ട് ഞാൻ നേരെ പിന്നീട് കോളേജിൽ തന്നെയുള്ള സ്റ്റോറുണ്ട്. ആ സ്റ്റോറിലേക്ക് പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ എടുത്തു.
എന്നിട്ട് നേരെ ഞാൻ സ്റ്റോപ്പിലേക്ക് നടന്നു. വൈകുന്നേരം ആയി കേട്ടോ. അങ്ങനെ സ്റ്റോപ്പ് എത്തി. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബസ് വന്നു. ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. എന്തോ ഭാഗ്യത്തിന് എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി. എന്നിട്ട് ഞാൻ തിരിച്ച് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് ഉറിയക്കോടെന്ന് അമ്മ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. ബായ്.